ഒരു വാഴയില കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് വീട്ടിൽ ഒരു വാഴ തൈ കൊണ്ടുവച്ച് നടുന്നത്. അങ്ങനെയാണ് ഇവിടുന്ന് ഒരു വാഴക്കന്ന് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെയൊക്കെ വാഴക്കന്ന് അങ്ങനെ നട്ടത്. അതിനെ പരിപാലിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ആദ്യത്തെ വാഴക്കന്ന് വന്നിട്ട് കേടായി പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് ഇങ്ങനെ കൊല വന്ന് അങ്ങനെ നോക്കി ലാസ്റ്റ് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ വീട്ടിലിങ്ങനെ നട്ട് നനച്ചുണ്ടായി അത് കൊലച്ച് കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസമല്ല, ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ, മുറിച്ചെടുത്ത കൊല നന്നായിട്ട് പഴുത്ത്. 2-3 ദിവസമായിട്ടും പഴുക്കാണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് ചോദിച്ചു, കൊല മുറിച്ച് വെച്ചിട്ട് പഴുക്കുന്നില്ല. അപ്പോൾ ചില ആളുകളിങ്ങനെ കൊല മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പഴുക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടായിരിക്കും ആവുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, നല്ലൊരു കട്ടിയുള്ളൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഈ ചാക്കുണ്ടല്ലോ, ചണം ചാക്കോ അങ്ങനെ എന്തെങ്കിലും ചാക്ക് വെച്ച് നല്ല എയർ ടൈറ്റ് ചെയ്ത് നന്നായിട്ട് പൊതിഞ്ഞ് വയ്ക്ക്, അപ്പോൾ കംപ്ലീറ്റ് പഴുക്കുമെന്ന്. അപ്പോൾ ഞാനിതിന്ന് ആദ്യം 1-2 കാ ഇങ്ങനെ കൊലയിൽ നിന്ന് തന്നെ പഴുത്തു. പക്ഷേ എന്നാലും അത് ഞാൻ എടുത്തില്ല. കാരണം ഞാനിത് ആദ്യമായിട്ട് വാഴ നട്ടു, അതിലുണ്ടായ കൊലയാണ്. അപ്പോൾ ഞാൻ ആദ്യം അതിൽ നിന്ന് ഒരു പോർഷൻ ഇങ്ങനെ അമ്പലത്തിലേക്ക് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ കഴിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ആ പഴം അങ്ങ് നിന്നങ്ങ് അത് കേടായി അങ്ങ് പോവുകയാണ് ചെയ്തത്. അത്രയും നന്നായിട്ട് പഴുക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ തുറന്ന് നോക്കിയില്ല. കഴിഞ്ഞ ദിവസം 2 ദിവസം അടുപ്പിച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇത് നമ്മളെവിടെ പറയുന്ന പഴം രസകദളിയാണല്ലേ, ഇവിടെ പറയുന്ന പേര് രസകദളി എന്നാണ് പറയുന്നത്. നിങ്ങളവിടെ പറയുന്ന പേര് കമൻറ്റ് ചെയ്യുക. 5-6 പഴം ഇനി പഴുക്കാനുണ്ട് കേട്ടോ, ബാക്കി കംപ്ലീറ്റ് നല്ലോണം പഴുത്തിട്ടുണ്ട്. അപ്പം നാളെ അമ്പലത്തിൽ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കും. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കായ്ഫലങ്ങളൊക്കെ എന്തെങ്കിലും വിശേഷപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വാഴ കൊലച്ച നാൾ തൊട്ട് ഇങ്ങനെ അതിൻ്റെ ആദ്യത്തെ പഴം ഉപയോഗിച്ച് പൊങ്കാല ഇടണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും സാധ്യമായി കേട്ടോ. എല്ലാ മാസത്തെയും പോലെ ഇത്തവണയും വേങ്കമല ക്ഷേത്രത്തിൽ, ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയിടാൻ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടുകൂടി, കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു കായ്ബലം കൊണ്ട് അതും ദേവിക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷവും സംതൃപ്തിയും തോന്നിയ നിമിഷം.